ഈ ഒരു പ്രഗ്നന്റ് ആയ സ്ത്രീ ടീപ്പോയുടെ മുകളിൽ കയറി നിന്ന് ഫാനെല്ലാം തുടച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് കണ്ടുവന്ന ആ ഓണർ പെണ്ണാന്ന് വെച്ചാൽ ആ പ്രഗ്നന്റ് ആയ സ്ത്രീയെ ഒരുപാട് വഴക്ക് പറയുന്നുണ്ട്. ആ ഓണർ പറയാണ്, നിന്നോട് ഞാനിപ്പോൾ ഈ പണി ചെയ്യാനാണ് പറഞ്ഞത്, നിന്നോട് മര്യാദക്ക് പോയി പാത്രങ്ങളൊക്കെ കഴുകി വെക്കാനാണ് പറഞ്ഞു. പറയുന്ന ജോലി ചെയ്തിട്ട് വേണ്ട ബാക്കിയുള്ള പണിയൊക്കെ ചെയ്യാൻ, വേഗം പോയി പാത്രങ്ങൾ കഴുകി വെക്ക് എന്ന് പറഞ്ഞ് ഒരു ദയയില്ലാതെ ആ ഒരു പ്രഗ്നന്റ് ആയ സ്ത്രീയെ അവിടെ നിന്ന് പറഞ്ഞയക്കുന്നുണ്ട്. അവളും അതെല്ലാം കേട്ട് ഒന്നും മിണ്ടാതെ അടുക്കളയ്ക്ക് പോവാണ്. ഇങ്ങനെ തന്നെ പിറ്റേ ദിവസമായപ്പോൾ ആ പ്രഗ്നന്റ് ആയ സ്ത്രീ തറ തുടച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ സെയിം ഓണർ പെണ്ണ് തന്നെ അവിടേക്ക് വന്നതിന് ശേഷം വീണ്ടും അവള് ചീത്ത പറയാണ്, നിന്നോടിപ്പോൾ ഞാൻ തറ തുറക്കാനല്ലല്ലോ പറഞ്ഞേ, മര്യാദക്ക് പോയിട്ട് വേണ്ട ഫുഡൊക്കെ ഉണ്ടാക്കാൻ നോക്ക്, അല്ലാണ്ട് ഇവിടെ തറ മിനുക്കിയിരിക്കില്ല വേണ്ടതെന്നും പറഞ്ഞ് വീണ്ടും ചീത്ത പറഞ്ഞ് അവളെ പറഞ്ഞേക്കാണ്. അതുപോലെ തന്നെ അവൾ അന്ന് വീട്ടിലേക്ക് പോകുന്ന സമയത്താണെന്ന് വെച്ചാൽ ചീഞ്ഞ ഫ്രൂട്ട്സ് എല്ലാം എടുത്ത് വെച്ചിട്ട് ഒരു പ്രഗ്നന്റ് ആയ സ്ത്രീയോട് ഈ ഓണർ പെണ്ണ് പറയാണ്, ഇതൊക്കെ ചീഞ്ഞ ഫ്രൂട്ട്സാണ്, നിനക്ക് വേണമെങ്കിൽ നീ ഇത് കൊണ്ടുകൊള്ളാൻ പറയാണ്. അത് നോക്കിക്കൊണ്ട് ഈ പ്രഗ്നന്റ് ആയ സ്ത്രീ പറയാണ്, മാഡം ഇത് ചീഞ്ഞിട്ടൊന്നും ഇല്ലല്ലോ, ഇന്നലെ അല്ലേ ഇത് സാറ് കൊണ്ടുവന്നിട്ടുള്ളൂ, ഇതിന് ഒരു കേടും പറ്റിയിട്ടില്ല, പിന്നെന്തിനാ ഞാനിത് കൊണ്ടുവന്നേ എന്ന് ചോദിക്കുമ്പോൾ ആ ഓണർ പെണ്ണ് തർക്കുത്തരം പോലെ വീണ്ടും പറയാണ്, നിനക്ക് വേണമെങ്കിൽ അത് എടുത്തോണ്ട് പോകും, ഞങ്ങൾക്ക് ഇത് ആവശ്യമില്ല, അല്ലെങ്കിൽ ഇത് ഞാൻ വല്ല വേസ്റ്റ് ഹോട്ടലിട്ട് കളയുള്ളൂ, ആവശ്യം എടുത്തോണ്ട് പോവാൻ പറഞ്ഞിട്ട് വീണ്ടും ദയയില്ലാതെ സംസാരിച്ചുകൊണ്ടിരിക്കും. ആ ഒരു പെണ്ണും ഫ്രൂട്ട്സ് എല്ലാം കെട്ടിപ്പറക്കി വീട്ടിലേക്ക് പോകുന്നുണ്ട്. പിറ്റേ ദിവസമാണെന്ന് വെച്ചാൽ കോണിമ്പെല്ലാം അടിക്കുന്ന കേട്ട് ഈ ഒരു വേലക്കാരി സതക തുറന്ന് നോക്കുമ്പോൾ ഒരാളായിരുന്നു. അത് ആരാണെന്ന് ചോദിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത്, ഈ ഓണർ പെണ്ണ് പുതിയതായിട്ട് ഒരു ജോലിക്കാരനോട് വരാൻ പറഞ്ഞിരുന്നു, അയാളാണ് ഇപ്പൊ ജോലി അന്വേഷിച്ച് ഈ വീട്ടിലേക്ക് വന്നിരിക്കുന്നത്. കണ്ട പ്രഗ്നന്റ് ആയ സ്ത്രീക്ക് തന്റെ ജോലി പോകാൻ പോകുന്നു എന്ന് മനസ്സിലാവാണ്. പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് അറിയുന്നതിന് മുമ്പ് നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മേനെ ഇഷ്ടമാണെങ്കിൽ ഐ ലവ് മൈ മദർ എന്ന് ഒന്ന് കമന്റ് ചെയ്തേക്കണേ. ആ ഓണർ പെണ്ണിനോട് ഈ പ്രഗ്നന്റ് വുമൺ പറയാണ്, മാഡം ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം, ഞാൻ ഇനി ഒരിക്കലും അത് ആവർത്തിക്കൂല, മാം പറയുന്ന പോലെ തന്നെ ഞാൻ എല്ലാ ജോലികളും ചെയ്തുകൊണ്ട് ഇവിടുന്ന് കിട്ടുന്ന ശമ്പളം കൊണ്ടാണ് ഞാൻ ജീവിച്ചു പോണേ, എന്നെ പുറത്താക്കരുത്, ഞാൻ തന്നെ ഇവിടെ നിന്നോട്ടെ എന്നൊക്കെ ചോദിക്കുകയാണ്. എന്നാൽ ഒരു ഓണർ പെണ്ണ് ഇപ്പൊ ഭയങ്കര ദയനീയമായിട്ട് ആ പ്രഗ്നന്റ് ആയ സ്ത്രീയോട് പറയാണ്, ഈ പെണ്ണ് നീ എൻ്റെ അടുത്ത് ഈ സോഫയിൽ വന്ന് ഇരിക്കാൻ പറയാം. അത് കേട്ട് ആ പെണ്ണും അവിടെ പോയി ഇരിക്കുന്നതിന് ശേഷം അവള് ആ വന്ന ആളോട് പറയാണ്, നിങ്ങളാണ് ഇനി മുതൽ ഇവിടെയുള്ള തുടക്കലും അടിക്കലും ക്ലീനിങ്ങും ഒക്കെ ചെയ്യേണ്ടത്, ഒരു ഭാരപ്പെട്ട ജോലിയും ഇവളെ കൊണ്ടിടിപ്പിക്കരുത്, ഇവളും ഞാനും കൂടി കുക്കിംഗ് മാത്രം നോക്കുള്ളൂ, ബാക്കിയെല്ലാം നിങ്ങൾ വേണം ചെയ്യാൻ, അത് ഇവളുടെ പ്രഗ്നൻസി ടൈമിൽ മാത്രം, അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ പണിയില്ല എന്ന് പറയാണ്. അതായത് ഈ ഓണറമ്മ ശരിക്കും ഒരു നല്ല പെണ്ണായിരുന്നു. പ്രഗ്നന്റ് ആയ സ്ത്രീയെ കൊണ്ട് ഭാരമേറിയ പണിയൊന്നും ചെയ്യിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവൾ ഇങ്ങനെയെല്ലാം ചെയ്തിരുന്നത്. ഈ ഓണർ പിന്നെ പ്രഗ്നന്റ് ആയ സ്ത്രീയോട് പറയാണ്, ഞാൻ പ്രഗ്നന്റ് ആയിരുന്ന ടൈമിൽ നീ എങ്ങനെയാണ് എന്നെ നോക്കിയത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്, അതുകൊണ്ട് നീ ഇനി മുതൽ ഒരു ജോലിയും ചെയ്യാൻ നിൽക്കണ്ടെന്ന് പറയാണ്.